വ്ളോഗ് കണ്ടാലോ? ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലോങ് വ്ളോഗ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ആക്കാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു വ്ളോഗ് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പലവിധ കാരണങ്ങളാൽ എനിക്ക് ഇതുവരെ അത് അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞില്ല. അപ്പോ പറഞ്ഞു വന്നത്, ഞങ്ങൾ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ചധികം നാളുകളായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അത് സാധിച്ചത്. ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ട്, അതായത് ഒരു 2 ഡേ 3 ഡേ ട്രിപ്പ് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കൊല്ലംകാരാണ്. ഞങ്ങളൊരു 5 മണിക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഞങ്ങൾ പോയത് മൂന്നാറിലേക്കാണ്. അപ്പൊ ഞങ്ങളൊരു 10:30-11 മണിയോടുകൂടി ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്ന ചേട്ടനായിരുന്നു. ഇതിന്റെ ഫുൾ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്. പുള്ളിക്കാരൻ അബ്രോഡായിരുന്നു. ഇപ്പൊ വെക്കേഷൻ ലീവിന് വന്ന ടൈമിലായിരുന്നു ചേട്ടൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു. അതുകൊണ്ടാണ് ഇത് നടന്നത്. കുറെ നാൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊട്ടും നടക്കത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാം മുടങ്ങിപ്പോയത്. സോ ഞങ്ങളുടെ ട്രിപ്പും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹോം സ്റ്റേ ഒരു രക്ഷയില്ലാത്ത സ്റ്റേ ആയിരുന്നു. കാരണം അവിടെ 3 ബെഡ്റൂം, 4 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂം, ഒരു ഡൈനിങ് ഏരിയ, പിന്നെ ഒരു ഹോള്, പിന്നെ കിച്ചൺ, പിന്നെ സിറ്റ് ഔട്ട്. അതിന്റെ താഴെ തന്നെ ഒരു അടിപൊളി ഒരു അരുവി, വെള്ളച്ചാട്ടം, കുളിക്കാനൊരു ഏരിയ. അങ്ങനെ സംഭവം സെറ്റ് ആയിരുന്നു. അടിപൊളി ഹോം സ്റ്റേ ആയിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയത് കൊണ്ട് തന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഓരോ പ്ലേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 3 ദിവസം 3 റൂട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ ഞങ്ങൾ പോയത് മൂന്നാർ ചിന്നക്കനാൽ റൂട്ടിലേക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് പോവാൻ ഉദ്ദേശിച്ചിരുന്നത് ഇത്രയും സ്ഥലങ്ങളാണ്. പക്ഷെ ഞങ്ങൾ പോയത് ഇത്രയും സ്ഥലങ്ങളിലേക്കായിരുന്നു. കാരണം സമയപരിമിതി കൊണ്ടാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം കൂടെ അല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം ഈ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഫസ്റ്റ് വന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കാണുമ്പോൾ ഇതൊക്കെ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വ്യൂ പോയിന്റുകളും കാര്യങ്ങളും എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. വ്ലോഗ് എടുക്കണം, കാരണം അങ്ങനെ ഒരു ശീലമില്ലല്ലോ. നമ്മൾ വ്ലോഗ് എടുത്തൊരു ശീലം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുക്കുമ്പോൾ ആ സ്ഥലം എടുക്കണം എന്നൊരു ഇത് പോകുന്നില്ലായിരുന്നു മൈൻഡിലോട്ട്. എന്നാലും ഒക്കുന്ന രീതിയിലെല്ലാം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു സ്ഥലത്തിന്റെ ബ്യൂട്ടി നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നത് നമ്മളവിടെ പോയി കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ ശരിക്കുള്ള ബ്യൂട്ടി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിന് എത്ര വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചാലും ആ ഒരു സ്ഥലം കാണാന്നല്ലാതെ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളതോ അവിടുത്തെ ആ ഒരു സൗണ്ട്, അതൊക്കെ എല്ലാം കൂടെ ചേരുമ്പോഴേ ശരിക്കും ആ ഒരു സ്ഥലത്തിന്റെ ബ്യൂട്ടി മനസ്സിലാവത്തുള്ളൂ. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമന്റ് ആയിട്ട് പറയാൻ മറക്കണ്ട. അപ്പോ പറഞ്ഞു വന്നത്, ഞങ്ങള് ഒരുപാട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ ഒരു 8 മണിയാവുന്ന സമയത്ത് ഒരു മ്യൂസിക്കൽ വാട്ടർ ഷോ ഉണ്ടെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ 8 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഈ കാണുന്ന പ്ലേസുകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. സോ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങി ആ ഒരു മ്യൂസിക്കൽ വാട്ടർ ഷോയും കൂടെ കാണാന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ബാക്കിയുള്ള ആ ഒരു റൂട്ടിലുള്ള ബാക്കിയുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് നേരെ തിരിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നമുക്ക് തിരിച്ചു വന്നപ്പം ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്ന സംഭവം. നമ്മൾ ആദ്യമേ അവിടെ വിസിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. കാരണം പകല് കാണുമ്പോൾ വേറൊരു ബ്യൂട്ടി, രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ അത് വേറൊരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ചെടികളുടെ കാര്യം അത് എടുത്തു പറയേണ്ട ഒന്നായിരുന്നു കേട്ടോ. എന്തൊക്കെ ടൈപ്പാന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം പേരൊന്നും അറിയത്തില്ല. പക്ഷെ പല ചെടികളും കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ ഇതിന്റെ ഇത്രയും വെറൈറ്റി കളേഴ്സ്, ഇവരിത് ഇങ്ങനെ ഇത്രയും ഇതാക്കി വച്ചേക്കുന്നത്, ഇത്ര കെയർ കൊടുത്ത് ഇത്ര നല്ല ഇതായിട്ട് വച്ചേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ 8 മണിയായപ്പം മ്യൂസിക്കൽ വാട്ടർ ഷോ കാണാൻ ചെന്നിരുന്നായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഇതിനകത്ത് ആ ഒരു മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കോപ്പി റൈറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. അപ്പോൾ ഈ ഒരു ഷോയും കൂടെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുക്കാം, ആ ഒരു റൂട്ടിൽ പോയപ്പോൾ. കാരണം ചില പ്ലേസുകളൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തെ
പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക, ഞാനത് പറയുന്നതാണ്. പിന്നെ വേറെന്താ, അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ അടിച്ച് ഒന്ന് സപ്പോർട്ടാക്കടോ.